ഹായ് ഹലോ ഗ്രീൻ ട്വൽവിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ അതേ താറാവുകളൊക്കെ കാലത്ത് തന്നെ അയച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് എല്ലാവരുടെ കുളി കഴിഞ്ഞ് നിൽക്കുക കേട്ടോ. നമ്മൾ കുളത്തിൽ വെള്ളം മാറ്റിയിട്ടുണ്ട്. കുളം കാണിച്ചു തരാം. ഇതേണ്ട കുളത്തിൽ വെള്ളം മാറ്റിയിട്ടുണ്ട്. ഈ കുളത്തിൻ്റെ ഒരു പ്രത്യേകത വന്നിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആഴത്തിരി കൂട്ടിയിട്ടുണ്ട്. ഒരു ഇഷ്ടിക വെച്ച് പൊന്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഹോളോ ബ്രിക്സ് കട്ടയും കൂടി വാങ്ങിക്കണം. അത് 28 രൂപ കണ്ടാൽ നമുക്ക് വണ്ടി വിളിച്ചിട്ട് ഒരു 20 കട്ടയിലും കൊണ്ടുവരണം. എന്നാലും നമുക്ക് ഇത് ഫുള്ളും വെക്കാൻ പറ്റുള്ളൂ. അത് വെച്ചിട്ട് ഒന്നും കൂടി പൊന്തിച്ച് നമുക്ക് ടാർപ്പായ പുതിയത് ഇടണം. അതിൻ്റെ പണിയും കൂടി ഉണ്ട്. അതിപ്പോഴേ നമുക്ക് സാവകാശം ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ ബാത്തനെ ഇനിയിപ്പോൾ വേറെ പോയിട്ട് എടുക്കണം. എന്നാലും നമുക്ക് ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ. താറാവൾക്ക് ഇത് മതി. അപ്പോൾ അവരെ കുളി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഫ്ലെയിം ഡക്കിനെ മാറ്റണം. ഫ്ലെയിം ഡക്കിനെ മാറ്റാന്ന് വെച്ചാൽ അവർ ഫ്ലെയിം ഡക്കിനെ എടുക്കാൻ ചാൻസ് കുറവാണ്. ഇതിലിപ്പോൾ നമ്മൾ എടുത്തത് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ രണ്ടും ഫീമെയിലാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇപ്പം ആ പൂവുണ്ടല്ലോ, അതിലൊരു പൂവെന്നൊക്കെ ഉണ്ട്. അവനാണ് ഈ വെള്ളേനെ ചെയ്തിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കാരണം ഇവള് മുട്ടയിടുന്നുണ്ട്. അതിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഫ്ലെയിം ഡക്ക് മുട്ടയിട്ട ചേലിങ് നടത്തിയിട്ടാണ് മുട്ടയിടണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, അവൻ ഓടിച്ചിട്ട് ചേല് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കതുപോലെ തന്നെ ഈ വാത്തേനും കൊടുക്കേണ്ടതുണ്ട്. വാത്തട മെയിലിന് ഇവിടെ നിർത്തിയിട്ട് ഫീമെയിലിന് കൊടുക്കണം. ഫീമെയിലും ഞാൻ ഒരു പ്രാവശ്യം എടുത്തത് അതിലൊരു ഫീമെയിൽ ചത്തുപോയതാണ്. പിന്നെ മെയിൽ മാത്രം നമ്മുടെ ഉണ്ടായി. അപ്പം നമ്മൾ ഫീമെയിലിന് വേറെ വാങ്ങിയതാണ്. അപ്പോൾ അതിനെ അവിടെ ജോസേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കണം. ജോസേട്ടൻ വേറെ അതിൻ്റെ അടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ചെയ്യണം. നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതും 2 ദിവസം കഴിഞ്ഞിട്ട് ഇനി പോവുകയാണെങ്കിൽ. അപ്പോൾ അവനാണെങ്കിൽ ചേലിങ് നടത്തണില്ല. കറക്റ്റ് ജോഡി ആയിട്ടില്ല. ഇവർ ജോഡി ആവുകയാണെങ്കിൽ ചേലിയും കൂടി കറക്റ്റ് ആയാൽ മാത്രമാണ് ജോഡി ആവുള്ളൂ. അല്ലാണ്ട് ജോഡി എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. പിന്നെ ഇവൾക്ക് പ്രായമുണ്ട്. ഇവൾ ഒരു പ്രാവശ്യം കുഞ്ഞുങ്ങളെ വെച്ച് മുട്ട വെച്ചിട്ട് വിരിച്ചിറക്കിയതാണ്. അതിൻ്റെ ഇതൊന്നും നമ്മുടെ ഇവിടേക്ക് വന്നിട്ട് കാണിക്കാനില്ല. ഇവളുടെ സ്വഭാവമൊക്കെ മാറി കൊത്താനും ഓടിക്കാവനെ. പിന്നെ വെള്ളത്തിൽ ഒരുമിച്ച് ഇറങ്ങുന്നുണ്ട്. ടാങ്കൊക്കെ മാറ്റി കൊടുത്തപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർ ചേലിങ് കറക്റ്റല്ല. ഇപ്പോൾ ഫ്ലെയിം ഡക്കും താറാവും മുട്ടയിടൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അതെന്തിട്ടാണെന്നറിയില്ല. ഇപ്പോൾ താറാമുട്ട ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നും കിട്ടി. ഇപ്പോൾ 2 ദിവസമായിട്ട് നമുക്ക് താറാമുട്ട കിട്ടുന്നുണ്ട്. അതിൽ ഒരു പെടനെ മാത്രമേ നമ്മൾ ചേല് ഇടണുള്ളൂ. ബാക്കി ആരും ചേല് ഇടണില്ല. അപ്പോൾ അത് കാരണം നമുക്ക് ആ കൂട്ടിൽ നിന്ന് ഒരു മുട്ട കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കി 6 മുട്ട ഉണ്ടായി നമ്മൾ കടയിൽ കൊണ്ട് കൊടുത്തിട്ടാ. അവിടെ പൈസ ഒന്നും കിട്ടിയില്ല. അത് ഇനി പോയിട്ട് വാങ്ങിക്കണം. നമ്മളത് ഇനി കുറേ മുട്ട ഇട്ടാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കോഴി അടയിരിക്കണം. അല്ലാണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുള്ള കാരണമാണ് നമ്മൾ അവരെ അട വയ്ക്കാത്തത്. പിന്നെ നമ്മുടെ കോഴി പുതിയ കോഴി മുട്ട ഇട്ടിട്ടുണ്ട്. അത് കന്നിമുട്ടയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ വെള്ളക്കോഴിയാണെങ്കിൽ മുട്ട ഇട്ടിട്ടില്ല. ഇവള് മാത്രം തള്ള മുട്ട ഇട്ടിട്ടുണ്ട്. പിന്നെ വേറൊരു ബ്രൗൺ കളറ് ചുമപ്പ കളറ് കോഴി കൂടി ഉണ്ട്. അവൾ മുട്ട ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ താറാവുകളൊക്കെ സേഫായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുഞ്ഞു കോഴികളെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ആ കൂട്ടിക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ആ കറുപ്പ് കുട്ടികളുണ്ടായില്ല, ആ നാടൻ കോഴികളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതിൽ തന്നെ ഒരു ടർക്കിയും കിടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗിനിക്കോഴികൾ 2 കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ താറാവുകൾ അത്യാവശ്യം വലിപ്പം വന്നിട്ടുണ്ട്. നമ്മൾക്ക് അയച്ചു തരാൻ പറ്റില്ല. അയച്ചു തരണമെങ്കിൽ ഇത്തിരി കൂടി വലിപ്പം വരണം. പിന്നെ നമ്മുടെ ഈ വെള്ള ഫ്ലെയിം ഉണ്ടാക്കി നമ്മൾ ഈ കൂട്ടിലാണ് ഇടുന്നത് കേട്ടോ. കോഴിക്കൂട്ടിലാണ് ഇടുന്നത്. അവൾ ഇടുന്നതിൻ്റെ കാരണം നമ്മുടെ ഫ്ലെയിം ഡക്കിനെ നമ്മൾ ഈ കൂട്ടിലാണ് ഇടുന്നത്. നമ്മുടെ കോഴികളുടെ കൂടിയാണ് ഇടുന്നത് വൈറ്റ് ഫ്ലെയിം ഡക്കിനെ. അതായത് മറ്റവൻ പൂവൻ ഇവിടെ വെറുതെ വിടണില്ല. ഫുള്ള് ചേലിങ്ങാണ്. ഒരു ദിവസം പോലും റെസ്റ്റ് കൊടുക്കണില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അവൾ ചാവാൻ ചാൻസ് ഉള്ള കാരണം കൊണ്ട് ഞാൻ അതിനെ മാറ്റിയിട്ടേക്കാണ്. താറാവുകളെയും ഒരു ബ്ലാക്ക് ഫ്ലെയിം ഡക്കിനെ മാത്രമാണ് ഒരുമിച്ചിടുന്നത്. ഒരു ഫ്ലെയിം ഡക്കിനെ മാത്രം നമ്മൾ കോഴിയുടെ കൂടി ഇടുന്നത്. അല്ലെങ്കിൽ അത് ചത്തുപോകും. പിന്നെ നമുക്ക് ഇവരെ പൂവനെ വാങ്ങിയാൽ മാത്രം നമുക്ക് അവരെ കൂടെ ഒരുമിച്ചിടാൻ പറ്റില്ല. അപ്പോൾ അവൻ്റെ കളി നിൽക്കും കേട്ടോ. നമ്മുടെ ഈ തമനയിൽ കണ്ടേക്കണത് ഒരു ദിവസത്തെ വീഡിയോ ആണ്. പക്ഷെ നമുക്ക് ഒരു ദിവസത്തെ വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മണ്ണുത്തി പോകണം. ഗവൺമെൻറ് ഫാമിൽ പോയിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 100 കോഴീനെ ചാത്തൻകോഴിനെ ബുക്ക് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അത് പോയി വാങ്ങിക്കണം. അവർക്ക് കൊണ്ടുവന്നിട്ട് വേണം നമുക്ക് ഈ കൂട്ടിലേക്ക് വന്നിട്ട് മാറ്റണം. അതിൻ്റെ വീഡിയോ ഇതിൻ്റെ പുറകെ വരണമായിരിക്കും കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാൻ പോകുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന സുഹൃത്തുക്കൾ പറഞ്ഞേക്കണത്, അതായത് കമൻറ്റിൽ പറഞ്ഞേക്കണത് മ്യൂസിക് ഒന്ന് ഒഴിവാക്കാനാണ് പറഞ്ഞേക്കണത്. മ്യൂസിക് ഈ വീഡിയോയിൽ ഉണ്ടാവില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്തിട്ടാണ്.
ഇവരെ സൗണ്ട് കാരണം ഒന്നും മനസ്സിലാവില്ല. അപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ വീഡിയോ ആദ്യം എടുക്കും. പറയാണ്ട് നമുക്ക് പറയേണ്ട കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ മൊത്തം വീഡിയോ എടുക്കും. വീഡിയോ എടുത്തിട്ട് എഡിറ്റിങ് വരുമ്പോൾ വോയിസ് വേറെ സെപ്പറേറ്റ് കൊടുക്കണേ. അതുപോലെ തന്നെ വോയിസ് കൊടുക്കുമ്പോൾ പകുതി ഭാഗങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യം ആകുമ്പോൾ നമ്മൾ എന്നിട്ട് ചെയ്യുക, നമ്മൾ മ്യൂസിക് അതിൽ കയറ്റും. പാട്ടൊന്നല്ല, മ്യൂസിക് കയറ്റും. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ല. അത് കാരണം ഞാൻ അങ്ങനെ ചെയ്ത് തരുന്നത്. അല്ലാണ്ട് നമുക്ക് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് മ്യൂസിക് ഇടാണ്ട് നമുക്ക് ഇതുപോലെ തന്നെ വെറുതെ വീഡിയോസ് ഇടണമെങ്കിൽ ഇടാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോഴികൾ വലിപ്പം വരുന്നില്ല കേട്ടോ. നമുക്ക് താറാവ് മാത്രം നമുക്ക് മെച്ചപ്പാടുള്ളത്. പിന്നെ നമ്മൾ ഹരിച്ചാണ്ട് അവിടെ നിന്ന് കോഴിക്കുഞ്ഞുങ്ങൾ എടുത്തിട്ടുണ്ടായി, ഒരു 20 കോഴിക്കുഞ്ഞുങ്ങൾ എടുത്തിട്ടുണ്ടായി. അത് മൊത്തം പെടക്കോഴിയായിരുന്നു. അതിൽ 1-2 ചാത്തന്മാരുണ്ടായുള്ളൂ. അത് കാരണം നമ്മൾ അയൽവക്കത്തുള്ളവർക്ക് ഒരു 4 പെടയും ഒരു ചാത്തനായിട്ട് അങ്ങനെ കൊടുത്തു. പിന്നെ താറാവുകളൊക്കെ അത്യാവശ്യം വലിപ്പം വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് അയച്ചിടാറില്ല. അയച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ ഓട്ട കണ്ട വെള്ളം പോകാനായിട്ടൊരു ഓട്ടയുണ്ട്, അതിലെ പുറത്തേക്ക് പോകും. അത് കാരണം നമ്മൾ താറാവിനെ അയച്ചിടുന്നില്ല. പിന്നെ കോഴിക്കൂട്ടിൽ ലൈറ്റുള്ള കൂട് നമുക്ക് മാറ്റണം. എന്നിട്ട് കോഴിക്കുഞ്ഞുങ്ങൾ അതിൽ കൊണ്ട് തരണം. പിന്നെ ഈ കൂട് നമുക്ക് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ പ്രൈമർ കൂട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ കോഴീനെ ഇടാൻ പോകുന്നത്. പിന്നെ ഈ 4 കാലില്ലേ, ഈ പാടിയുമുള്ള കാലും 2 കാലും എടുക്കണം. പിന്നെ ഈ കൂടിൻ്റെ കാലെടുത്തിട്ട് നമുക്ക് ഇതുമാണ് ഈ കൂട് ഉറപ്പിക്കാൻ പോകണം. ഇതിൻ്റെ ടോപ്പൊക്കെ നമുക്ക് ശരിയാക്കണം. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് 100 കോഴിക്കുഞ്ഞുങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെ അതിലിടണം. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയൊരു പണിയും കൂടി ഉണ്ട്. പിന്നെ ഇതിൻ്റെ ടോപ്പ് അടിച്ചല്ലോ, ടോപ്പ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രം നമ്മൾ ടോപ്പും ലൈറ്റും കാര്യങ്ങളൊക്കെ വെക്കുള്ളൂ. പിന്നെ നമ്മൾ കോഴിയുടെ വിലയും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഏത് ദിവസം കിട്ടാമെന്ന് പറഞ്ഞില്ല. അത് നമ്മൾ മറ്റേ വീഡിയോയും പറഞ്ഞായിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ ഏകദേശം പറഞ്ഞുതരാം. നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ച പോലും നമ്മൾ ബുക്ക് ചെയ്തു. ഒരു കോഴിക്ക് 7 വെച്ചിട്ടാണ് പറയണത്. അങ്ങനെ അവർ ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. ഡേറ്റ് എന്ന് വെച്ചാൽ ദിവസം മാറ്റിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കൊടുക്കാറ്, ഇപ്പോൾ അത് വ്യാഴാഴ്ചയ്ക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വ്യാഴാഴ്ച 2 മണിക്കാണ് പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത് ചെല്ലാനായിട്ട്. പിന്നെ സ്റ്റാർട്ടർ ഉണ്ടെങ്കിൽ സ്റ്റാർട്ടർ വാങ്ങിക്കണം. അവിടുത്തെ സ്റ്റാർട്ടർ ആകുമ്പോൾ പൈസ കുറവായിരിക്കും. പുറത്തുനിന്ന് നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവരുടെ താറാവിനൊക്കെ തീറ്റയുടെ കാര്യങ്ങളും കോഴിയുടെ തീറ്റയുടെ കാര്യങ്ങളൊക്കെ ഞാനിത് വേറൊരു വീഡിയോയിൽ പറഞ്ഞായിരിക്കും കേട്ടോ. പിന്നെ വിട്ടുപോയെന്ന് വെച്ചാൽ നമ്മുടെ ഹരിച്ചാണ്ട് ഫാമിൽ നിന്ന് നമ്മൾ കോഴിനെ എടുക്കാറ്. വർഷങ്ങളായിട്ട് നമ്മൾ ഹരിച്ചാണ്ട ഫാമിൽ നിന്ന് എടുക്കാറ്. അപ്പോൾ ആൾ തന്നെ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. തമിഴന്മാർ കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ് താറാവിനെ. അപ്പോൾ ആൾ പറഞ്ഞത് ഗവൺമെൻറ് ഫാമിൽ നിന്ന് വാങ്ങിക്കോളാൻ പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ചാത്തന്മാരെ മാത്രം സെപ്പറേറ്റ് വാങ്ങിയത്. അവിടെ ഏത് കോഴിനെ അവിടെ നിന്ന് കിട്ടും, എല്ലാ കോഴിനും കിട്ടും. പിന്നെ ടർക്കി, ഗിനി, ഗൂസൊക്കെ കിട്ടും. ഗൂസൊക്കെ അടുത്ത കൊല്ലത്തേക്ക് ഉണ്ടാവുള്ളൂ. ഇക്കൊല്ലം മുട്ടയൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായി. നമുക്ക് ആവശ്യമുണ്ടല്ലോ, അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായി. പിന്നെ ഫ്ലൈൻ ഡക്കിനെ വാങ്ങിക്കണം എന്ന് പറയുന്നുണ്ടായി. പക്ഷെ അത് എവിടുന്ന് വാങ്ങിക്കണം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ ഉള്ള ഈ ബ്ലാക്ക് ഫീമെയിൽ ഉണ്ട്. അപ്പോൾ അവളെ അവരെടുക്കുകയാണെങ്കിൽ എടുക്കുമെന്ന് ചോദിക്കണം. എടുത്തിട്ട് നല്ലൊരു മെയിലിനെ തന്നാൽ മതി, വലുതിനെ തന്നാൽ മതി. അപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ തരാണെങ്കിൽ നമുക്ക് വിഷയമില്ല. അപ്പോൾ ഇതിനെ എടുക്കാണ്ട് വേറെ മെയിലിനെ വൈറ്റിനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉപകാരമായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാങ്ങിക്കാൻ പോണത് കിളിവീട് എന്ന് പറഞ്ഞ ഒരു പെറ്റ് ഷോപ്പ് ഉണ്ട് മണ്ണുത്തിൽ, അവിടെ നിന്നാണ് വാങ്ങിക്കണത് കേട്ടോ. പിന്നെ ഈ വെള്ള ഫ്ലൈൻ്റെങ്കിൽ നമ്മൾ കോഴിയുടെ കൂടെയാണ് ഇട്ടത്. അവരെ താറാവിൻ്റെ കൂടെ ഇടാത്തത് ഞാൻ പറഞ്ഞില്ല, മറ്റേ പൂവൻ പ്രശ്നമായ കാരണം നമ്മൾ ഫ്ലൈൻ ഡക്കിനെ മാറ്റിയിട്ടേക്കണം, വെള്ളേനെ മാറ്റിയിട്ടേക്കണം. പിന്നെ താറാവിന് നല്ലൊരു മെയിലിനെ വാങ്ങിക്കുന്നത് വെച്ചതാണ്. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യം നമുക്കിപ്പോൾ വരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇവനെല്ലാവരും ഓടിച്ചിടുന്നുണ്ട്. ഓടിക്കുന്ന തന്നെ ഭാഗ്യം. പിന്നെ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ ഇവനെല്ലാവരും പിടിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ കിട്ടണില്ല. അങ്ങനത്തെ ഒരു ഇതുണ്ട്. പിന്നെ ഫ്ലൈൻ ഡക്കിനെ അവൻ ചേലിങ് നടത്തണ്ട. ഞാൻ അതിപ്പോൾ കാണിച്ചു തരട്ടെ. ഫ്ലൈൻ ഡക്കിനെ പിടിച്ചിട്ട് അവൾ ഓടുന്നില്ല. നമ്മൾ പിടിക്കാൻ ചെന്നാൽ അവൾ നിന്ന് തരും. അപ്പം ഞാൻ അവളെ വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ട്. ഇപ്പം അവൻ്റെ പുറകെ വരുന്നുണ്ടോ നോക്കാം നമുക്ക്. അപ്പോൾ ഇതും കൂടിയും കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ നിർത്താമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാക്കയും കരയുണ്ട്. ഇങ്ങനെ കുറേ സൗണ്ടുകൾ ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്, കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമുക്ക് മര്യാദയ്ക്ക് വോയിസ് വിടാൻ പറ്റാത്തതിൻ്റെ കാരണം കേട്ടോ. അതുകൊണ്ട് അവൻ വെറുതെ വിടുന്നില്ല അവളെ. ബാക്കി താറാവളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ബ്ലാക്കിൻ്റെ അടുത്തേക്ക് പോകാൻ അവന് പറ്റില്ല കേട്ടോ. ബ്ലാക്ക് കൊത്തി ഓടിക്കും. പിന്നെ അതുപോലെ തന്നെ വാത്തി ഓടിക്കുന്നുണ്ട്. അവൻ വല്ലവരും ചെയ്യണമെങ്കിൽ വാത്തയ്ക്ക് പിടിക്കണില്ല. അപ്പോൾ വാത്തയും ഓടിക്കുന്നുണ്ട് ഇവനെ.
അപ്പോൾ എല്ലാവരെയും അവസാനമായിട്ട് എല്ലാവരും കൂടി ഒന്നുകൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കോഴീനെ എടുക്കാൻ പോകണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേഗം വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ ബൈ ട്ടോ.